ഹോഫ്മാൻ എന്ന് പറയുന്ന ജർമ്മനിയുടെ ഒരു അംബാസഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രഗത്ഭനായ നിയമജ്ഞനുമായിരുന്നു. ഒരുപാട് അറബ് രാജ്യങ്ങൾ അദ്ദേഹം അംബാസഡറായി. നല്ല ഒന്നാന്തര എഴുത്തുകാരനായിരുന്നു. നല്ല പുസ്തകങ്ങൾ എഴുതി. പുസ്തകമൊക്കെ ഇരുന്ന ഇരിപ്പിൽ വായിച്ചു പോകും. മനോഹരമായ ഭാഷാ ശൈലിയായാണ് ഹോഫ്മാൻ്റെ ശൈലി. അറബ് രാജ്യങ്ങളിലൊക്കെ വന്ന് അംബാസഡറായി പ്രവർത്തിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിനെ പഠിക്കാനുള്ള വലിയ താല്പര്യമുണ്ടായി ഹോഫ്മാന്. അങ്ങനെ ഇസ്ലാമിനെ പഠിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഹോഫ്മാൻ മുറാദ് ഹോഫ്മാനായി ഇസ്ലാം വിശ്വസിച്ചു. ഇസ്ലാം വിശ്വസിച്ച ശേഷം ധാരാളം പുസ്തകങ്ങൾ എഴുതി, മനോഹരമായ പുസ്തകങ്ങൾ. അതിൽ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് മുറാദ് ഹോഫ്മാൻ്റെ ഡയറി കുറിപ്പുകൾ. ഓരോന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഓരോന്ന് എഴുതി വെക്കും. ഒരു ദിവസം അദ്ദേഹം എഴുതി പന്നി മാംസത്തെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് പന്നി മാംസം നിരോധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം കടന്നു വന്ന ഒരു സംസ്കാരം, ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരം, നമുക്കത് കാണാൻ കഴിയുന്നതിനേക്കാൾ ഭംഗിയായി ഹോഫ്മാൻ അത് കാണാൻ കഴിയും. ഹോഫ്മാനെ പോലുള്ളവർ ധാരാളം പന്നി കഴിച്ചിട്ട് പിന്നെ അതിന് നിരോധിക്കപ്പെട്ട ഒരു സംസ്കാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഹോഫ്മാൻ പറയാണ്, ട്രൈക്കനോസിസ് രോഗമുണ്ടാക്കും പന്നി, കൊളസ്ട്രോൾ അമിതമായിട്ട് വർദ്ധിപ്പിക്കും, ക്യാൻസർ ഉണ്ടാക്കും, കുരു ഉണ്ടാക്കും, ചൊറി ഉണ്ടാക്കും, സന്ധിവേദന ഉണ്ടാക്കും, മാരകമായ ഇൻഫ്ലുവൻസ വൈറസുകൾക്ക് ആതിഥ്യമരുളും. പന്നി അതിൻ്റെ ഏജന്റാവും. എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ്, ഇങ്ങനെയൊക്കെ ആയിട്ടും 1985 മാത്രം 80 ദശലക്ഷം പന്നികളെയാണ് യൂറോപ്പിൽ വളർത്തിയത്. ഇത്രയൊക്കെ ആളുകൾക്ക് അറിഞ്ഞിട്ടും വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരനായ വിശുദ്ധ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെങ്ങനെ കണ്ടെത്തി എന്നാണ് ഹോഫ്മാൻ അതിൻ്റെ താഴെ എഴുതി വെക്കുന്നത്. ഒരു സലാത്തപ്പ ചൊല്ലിയേ തീരൂ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര വലിയ മാരകമായ ഒരു സാധനം കഴിക്കരുത് എന്ന് റസൂല് പറയാണ്. വെറും പറയല്ല, ഹറാം എന്ന് പറയണം, ഹറാം. അതുകൊണ്ട് ഇന്ന് എന്തൊരു അത്ഭുതമാണല്ലേ, ധാരാളം ഗൾഫ് മലയാളികൾ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ വ്യാപാര ആവശ്യങ്ങൾക്ക് പോകുന്നുണ്ട്. അവരവിടെയൊക്കെയുള്ള വിവിധ മാംസങ്ങളൊക്കെ പറ്റി പറയുമ്പോൾ അവർ പറയും അവരുടെ ഒരു ജാഗ്രത, അവരുടെ ഒരു സൂക്ഷ്മത. ചൈനയിൽ പോണ ഒരു സുഹൃത്തുണ്ട് എനിക്ക് ഗൾഫിൽ, ദുബായിൽ. അദ്ദേഹം പറയും, ഞാൻ ചൈനയിൽ പോയാൽ മാംസം കഴിക്കില്ല, എനിക്ക് സംശയമാണ്, ശങ്കയാണ്. ഈ ശങ്ക എൻ്റെ ഈ സഹോദരനിൽ ഉണ്ടാക്കിയത് പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗ അന്ന റജുലൻ അബ്ബദല്ലാഹ ജല്ല സനാഉ, ഏതെങ്കിലും ഒരു വ്യക്തി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുവെന്നിരിക്കട്ടെ, വസദ്ദഖ ബിൽ ജന്ന, സ്വർഗത്തെ സത്യമായി വിശ്വസിക്കുകയും ചെയ്തു, വന്നാർ, നരകത്തിലും വിശ്വസിച്ചു, നരകമുണ്ടെന്ന്, വകുല്ലി ഷൈഇൻ, മറ്റെല്ലാ അടിസ്ഥാനപരമായ മതകാര്യങ്ങളിലും വിശ്വസിച്ചു, വലം യശ്ഹദ് അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, എല്ലാ കാര്യങ്ങളിലും വിശ്വസിച്ചു, പക്ഷേ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് അയാൾ സാക്ഷ്യപ്പെടുത്തിയില്ല. ലം യന്തഫഇ ബിശൈഇൻ, അയാൾക്കൊരു പ്രയോജനവും ലഭിക്കില്ല. അയാൾ സകല കാര്യങ്ങളിലും വിശ്വസിച്ചു, അയാൾ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തു, അയാൾ ഒരുപാട് പുണ്യകർമ്മങ്ങളിൽ വ്യാപൃതനായി. വകാന കാഫിറ, അവൻ സത്യനിഷേധിയായി തീരുമെന്ന് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുകയാണ്. ഇമാം ഇബ്നു ഖയ്യിമിന്റെ പ്രശസ്തമായിട്ടുള്ള കവിതയിൽ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, وشق له من اسمه ليجله فذو العرش محمود وهذا أحمد. അള്ളാഹു തന്നെ തന്റെ പേരിനെ പകുത്തു. അർശിന്റെ ഉടമസ്ഥൻ മഹ്മൂദാണെങ്കിൽ ആ അർശിന്റെ ഉടമസ്ഥന്റെ ദൂതൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ അതൈനൽ മസ്ജിദൻ നബവി സല്ലൈന തഹിയ്യത അവ്വലൻ ഫിൻതാനി, നമ്മൾ മസ്ജിദുൻ നബവിയിലെത്തിയാൽ സുമ്മൻ തനൈനാ ലിസിയാറത്തിൻ നഖ്സിദുൽ ഖബ്റശ് ശരീഫ വലൗ അലൽ അജ്ഫാനി, നാം പരിശുദ്ധ റസൂലിന്റെ ഖബർ സന്ദർശിക്കുന്നതിന് വേണ്ടി മസ്ജിദുൻ നബവിയിൽ എത്തി നിൽക്കുകയാണ്. നഖൂമു ദൂനൽ ഖബ്രി വഖഫത ഖാദിഇൻ മുതദല്ലിലിൻ ഫിസ്സിർരി വൽ ഇഅലാനി, ഭക്തിയോടുകൂടി സ്നേഹപാരവശ്യത്തോടുകൂടി പുണ്യ റസൂലിന്റെ അന്ത്യവിശ്രമ സ്ഥാനത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഇബ്നു ഖയ്യിമാണ് ഈ പറയുന്നത്.
ഇബ്നു ഖയ്യിമാണ് പറയണമെന്ന് ഞാൻ പറയാൻ കാരണം, വളരെ സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ് ഇബ്നു ഖയ്യിം. പ്രമാണമുള്ളത് മാത്രമേ സ്വീകരിക്കൂ. തെളിവില്ലാത്ത ഹദീസിൻ്റെ ഖുർആൻ്റെ പിൻബലില്ലാത്ത ഒരു സംഗതിയും ഇമാം ഇബ്നു ഖയ്യിം സ്വീകരിക്കില്ല. കെട്ടുകഥകളിൽ വീണു പോകാത്ത ആളാണ് ഇബ്നു ഖയ്യിം. ഐതിഹ്യങ്ങളൊന്നും വിശ്വസിക്കാൻ ഇബ്നു ഖയ്യിമിന് കിട്ടൂല. പ്രമാണമില്ലാത്ത ഏത് കാര്യവും അദ്ദേഹം തിരസ്കരിക്കും. നഖൂമു ദൂനൽ ഖബ്രി വഖഫത ഖാദിഇൻ മുതദല്ലിലിൻ ഫിസ്സിർരി വൽ ഇഅ്ലാനി ഫകഅന്നഹു ഫിൽ ഖബ്രി ഹയ്യുൻ ആതിഖുൻ ഫൽവാഖിഫൂന നവാകിസുൽ അദ്ഖാനി. നബി ഖബറിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അന്ത്യവിശ്രമസ്ഥാനത്തിൽ സംസാരിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടുത്തെ ഖബറിൽ നാം നിൽക്കുന്നത്. നബി ജീവനോടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാതിഖുൻ നുത്ഖ്, നബി സംസാരിക്കുന്നുണ്ട് അവിടുത്തെ ഖബറിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കണം. മലക്കത്തുഹും തിൽക്കൽ മഹാബത്തു ഫഅ്തറത് തിൽക്കൽ ഖവായിമ കസറത്തുർ റജ്ഫാനി. അതുകൊണ്ട് ഫൽ വാജിബു അലാ കുല്ലി മുഅ്മിനിൻ, ഖാദി ഇയാദ് തന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഏത് മുഅ്മിനും നിർബന്ധമാണ് തന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഏത് മുഅ്മിനും നിർബന്ധമാണ് മതാ ദക്കറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ദുകിറ ഇൻദഹു, നബിയെ ഓർക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നബി ഓർക്കപ്പെടുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഖ്ളഅ, വളരെ അടക്കത്തോടെ ഭക്തിയോടുകൂടിയിരിക്കാൻ ബാധ്യസ്ഥനാണ്. വയഖ്ശഅ, ഭയത്തോടെ, വയതവഖറ, ബഹുമാനത്തോടെ, വയുസക്കിന മിൻ ഹറക്കത്തി, തൻ്റെ ശരീരത്തിൻ്റെ അനക്കം പോലും വളരെ അടക്കത്തിലും ശാന്തതയിലും ഇരിക്കണം പുണ്യ റസൂലിനെ ഓർക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം നടന്നു പോകുന്ന സമയത്ത് ഒരു പണ്ഡിതനായ സുഹൃത്ത് വന്നിട്ടൊരു ഹദീസ് ചോദിച്ചു. മദീനയുടെ ഇമാമാണ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക് തിരിഞ്ഞു എന്ന് ചോദിച്ചു, ഞാൻ നിങ്ങളെപ്പറ്റൊരു മാന്യനാണെന്നാണ് മനസ്സിലാക്കിയിരുന്നത്, നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കരുതിയില്ലല്ലോ. ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഹദീസ് ചോദിക്കുക, നടത്തത്തിലാണോ റസൂലുള്ളാഹിൻ്റെ ഹദീസ് ചോദിക്കണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ പറയാണ്, ഈ ചോദിച്ച ആൾ ഞാൻ ഭയപ്പെട്ടു പോയി. മാലിക് പോയിട്ട് തൻ്റെ സദസ്സിലിരുന്നു. ഞാൻ വളരെ ദൂരെ പോയിരുന്നു മാലിക്കിൻ്റെ കോപത്തെ ഭയപ്പെട്ടിട്ട്. അപ്പോൾ മാലിക് എന്നോട് അടുത്ത് വരാൻ പറഞ്ഞു. ഉദ്നു മിന്നി, എൻ്റെ അടുക്കലേക്ക് വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഭയപ്പെട്ടുകൊണ്ട് ഞാൻ അടുത്ത് ചെന്നപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ചു, ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ ഹദീസ് ചോദിക്കുക? ചോദിക്കാണ്ടെങ്കിൽ ഇപ്പം ചോദിക്കുക, മജ്ലിസിൽ വെച്ച് ചോദിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരം, ബഹുമാനം. അഭിപ്രായ വ്യത്യാസം പണ്ടൊരു കാര്യമില്ല. ഇമാം മാലിക്കാണ് റഹ്മത്തുള്ളാഹി അലൈഹി. ഖാദി ഇയാദ് രേഖപ്പെടുത്തുകയാണ്, ഗാംഭീര്യത്തിലും ബഹുമാനത്തിലും പരിശുദ്ധ റസൂലിനോടുള്ള ആദരത്തിലും ഇരിക്കണം. ബിമാ കാന യഖുദു ബിഹി നഫ്സഹു ലൗ കാന ബൈന യദൈ, കയ്യിൽ തൻ്റെ ആത്മാവിനെ പിടിച്ചിരിക്കും പോലെ ഇരിക്കണം. വയതഅദ്ദബ ബിമാ അദ്ദബനല്ലാഹു ബി, അല്ലാഹു പഠിപ്പിച്ച അദബ് പോലെ, മര്യാദ പോലെ ഇരിക്കണം. ഐ മിൻ വുജൂബി തഅളീമി വതക്രീമി, നബിയോടുള്ള ബഹുമാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖഫ്ളി സൗതി വനഹ്വി, ശബ്ദം താഴ്ത്തിയിരിക്കണം. റസൂലിൻ്റെ മുമ്പിലെ കഥയല്ലേ ഈ പറഞ്ഞത്. റസൂലിനെ ഓർക്കുമ്പോൾ ഞാൻ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നബിയെക്കുറിച്ച് അദ്ദേഹം എന്ന് പറയരുത്. 10-30 കൊല്ലമായിട്ട് ഈ അബ്ദുസ്സമദ് ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അതിനേക്കാൾ നല്ല വാക്കുണ്ടല്ലോ, അവിടുന്ന് എന്ന് പറയാം. ഇപ്പോഴും എത്രയോ പ്രസംഗകർ ഒരു നാണുമില്ലാതെ പുസ്തകത്തിലും അച്ചടിക്കണം, പ്രസംഗത്തിലും പറയണം അദ്ദേഹം അദ്ദേഹം. സ്വന്തം പിതാവിനെ പറ്റി വരെ ഇയാൾ അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒന്ന് മടിക്കും. എൻ്റെ ബാപ്പയെ ഞാൻ അദ്ദേഹം എന്ന് വിളിക്കാമോ? അതിനാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഉദ്ധരിക്കുന്നത്. ഇതൊക്കെ വളരെ പ്രാമാണികരായിട്ടുള്ള പണ്ഡിതന്മാരുടെ രേഖകളാണ് ഉദ്ധരിക്കുന്നത്. ഖാദി ഇയാദിൻ്റെ കിതാബു ഷിഫ ലോക മുസ്ലിമീങ്ങൾ പ്രമാണമായി അംഗീകരിച്ച ഗ്രന്ഥമാണ്. ഞാൻ കേട്ടിട്ടില്ല ഇന്ന് വരെ ഏതെങ്കിലും ഒരു വിഭാഗക്കാർ അതിനെതിരെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. ഇമാം മാലിക് എല്ലാവരുടെയും ഇമാമാണ്, ലോക മുസ്ലിമീങ്ങളുടെ ഇമാമാണ്.
ഇമാം മാലിക്കിനോട് ആരെങ്കിലും ഹദീസ് പോയി ചോദിച്ചാൽ നേരെ കുളിക്കാൻ പോവുക, കുളിക്കും, വസ്ത്രം ധരിക്കും, എന്നിട്ട് വന്നിരിക്കും, സുഗന്ധം പൂശും. സല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ വുജൂബി തഅളീമിൻ വതക്രീം, ബഹുമാനത്തിന്റെ ആധിക്യത്തോടെ ഇരിക്കണം. വഖഫ്ളിസ് സൗതി വനഹ്വി, ശബ്ദം താഴ്ത്തണം. റസൂലിന്റെ മുമ്പിലല്ലേ ഈ പറയണത്. റസൂലിന്റെ മുമ്പിൽ ശബ്ദം താഴ്ത്താൻ ഖുർആൻ താക്കീത് ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഓർക്കപ്പെടുന്നിടത്ത് ശബ്ദം താഴ്ത്തണം, സദസ്സിൽ അപശബ്ദം ഉണ്ടാവരുത്. വഹാദിഹി കാനതു സീറത സലഫിന സാലിഹ്, ഇതായിരുന്നു നമ്മുടെ സലഫു സാലിഹിന്റെ മാതൃക എന്നും കൂടി ഖാദി ഇയാദ് പറഞ്ഞു വെക്കണം. വ അയിമ്മത്തിനൽ മാദീൻ, കഴിഞ്ഞുപോയ അയിമ്മത്തിന്റെയും മാതൃക